പോപ്പിൻസ് ഇല്ലേ, പണ്ടത്തെ നമ്മുടെ പോപ്പിൻസ് പല നിറമുള്ള അതുപോലെ നിക്കണം നിങ്ങൾ. നമുക്കെടുത്ത് തിന്നാൻ കാര്യത്തിന് ഈ ഭക്ഷണത്തോട് ഉപമിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? എന്ത് കണ്ടാലും പോപ്പിൻസ് അല്ലെന്നുണ്ടെങ്കിൽ ഉഴുന്നുവട. ഞാൻ മോളെ ഹരിചന്ദന മലരിലെ മധുവിനോട് ഉപമിക്കുകയാണ്. മധുവിനോടോ? 3 ഫാഷനബിൾ ഗേൾസ് നിൽക്കുന്നു, നല്ല കളർ കോമ്പിനേഷൻ. സത്യം. മോളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഓഡീഷൻ വന്നപ്പോഴേക്കും. ശരി, മോളെ ഹരിക്കുട്ടി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ചന്തുന്ന്. ചന്തു. ചന്തു. ആൺകുട്ടികളില്ലേ വീട്ടില്? ആ ചേട്ടനുണ്ട്. പിന്നെ ഞാൻ ചന്തു എന്ന് മോളെ വിളിക്കുന്നേ. ചേട്ടനെ പാച്ചുന്ന് വിളിക്കും. അതെ, എവിടാ വീട്? കോഴിക്കോട്. കോഴിക്കോട് എല്ലാരും ജില്ല കോഴിക്കോടാണ്. നടുവണ്ണൂര് മന്നങ്കാവ്. ഏത് പാട്ടാ പാടുന്നേ? കണ്ണാടിക്കോടും കൂട്ടി. മ്യൂസിക് വിദ്യാസാഗറാണ്, അതറിയാം. പിന്നെ ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. സത്യമാണോ? സത്യാണ്. കണ്ണാടിക്കൂടി കൂട്ടി. അതെ, ആണോ? അപ്രൂവൽ വാങ്ങിക്കണം ഇവിടെ. പിന്നെ പാടിയത് യേശുദാസ് സാറും ചിത്രാമ്മയും. വെരി ഗുഡ്. ശരി. സിനിമ പ്രണയവർണ്ണങ്ങൾ. അവാർഡ് കിട്ടിയ പാട്ടാ മോളെ ഇത്, സ്റ്റേറ്റ് അവാർഡ്. ചിത്ര ചേച്ചി മാത്രമല്ല ഇത് സുരേഷ് ഗോപി അല്ലേ അഭിനയിച്ചിരിക്കുന്നത്? മഞ്ജു വാര്യർ. അതിങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട്. അതെ അതെ അതെ. സുരേഷിന് ഒരു ആക്ഷൻ ഉണ്ട്. കണ്ണാടി. അതെപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഗുഡ് സെലക്ഷൻ, എവർഗ്രീൻ സോങ് ആണ്. അതെ അതെ. ഒട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ലതിന് പകരം ഇടയ്ക്ക് എവിടെയോ കുടലും ഞാൻ കേട്ടില്ല എന്ന് പാടിയോ? എവിടേക്കോ കുടല് കേറി വന്നോ? എനിക്ക് തോന്നി കേട്ടോ. ഞാൻ പാടിയിട്ടില്ല. ഈ ഴായും കുഴലും ഴായും ഡായും കൂടെ ഇങ്ങനെ മിക്സ് ആയി പോയിന്റ് ആയിരിക്കും കേട്ടോ. പക്ഷെ നല്ല രസമായിട്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ആ ഫീൽ ഇവിടെ, ആ വൈബ് ഇവിടെ കിട്ടി. എന്നാൽ ഇത്ര സന്തോഷത്തോടെ കാണാനുള്ള മോളുടെ മനസ്സിലെ സന്തോഷം എന്തായിരുന്നു ഇന്ന്? പറ. എന്തോ ഇന്നലെ നടന്ന എന്തോ ഒരു കാര്യം മോൾക്ക് ഇങ്ങനെ ചിലപ്പോ അങ്ങനെ വരുമല്ലോ, ചില ദിവസങ്ങളിൽ നമുക്ക് എക്സ്ട്രാ ഹാപ്പിനെസ് കിട്ടൂല്ലോ. ചിലപ്പോ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കാം, ഇന്നലെ നടന്ന കാര്യമായിരിക്കും, ചിലപ്പോ ഇന്ന് രാവിലെ കിട്ടിയ ഒരു കാര്യമായിരിക്കും. പ്രസന്റ് സിറ്റുവേഷൻ എന്താ? പറ ഷെയർ. എന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കി? എനിക്കറിയില്ല. ദിവ്യദൃഷ്ടിയാണ്. അച്ഛൻ ദുബായിൽ പോയിണ്ടായിരുന്നു, എന്നിട്ട് വീട്ടിക്ക് വന്നു. അപ്പളാ ഇവിടേക്ക് വന്ന് കണ്ടോ? റിമിക്കൊരു കണ്ടത് ബ്ലെസ്സിങ്സ് മേടിക്കുന്നതിന്റെ നമ്പറിൽ നിന്ന് ഒരു നമ്പർ പറയാൻ വന്ന. ഇപ്പൊ ഉദാഹരണം, സാറ് 1 തൊട്ട് 10 വരെ നമ്പറിൽ നിന്ന് ഒരു നമ്പർ മനസ്സിലാലോചിച്ചോ? ചെയ്തു വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എഴുതിയോ? 6 അല്ലെങ്കിൽ 7 ആണോ? അല്ല, കറക്റ്റ് ആയിട്ട് പറയണം. 6 അല്ലെങ്കിൽ 7. 7 കറക്റ്റ്. മോശമല്ലേ? ഇല്ലെങ്കിൽ എഴുതിയത് 6. കയ്യടി കൊടുക്കണ്ടേ? കയ്യടി. അല്ല, അങ്ങനെ ഒരു ചെറിയൊരു എപ്പോഴും ശരിയാണോന്നില്ല. സൂക്ഷിക്കണം കേട്ടോ. എന്റെ അടുത്തായിരിക്കുന്നത് റിമി ശരിക്കും എങ്ങനെയുണ്ട്? അങ്ങനെ കുറെ പേര് പറയാറുണ്ട്. ഞാൻ ആരെയാ അപ്പൊ ഈ പഠിപ്പിച്ചോണ്ടിരിക്കണ? ഒരു വലിയ ആളെയാണ്. എനിക്കറിയില്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ മിന്നായം പോലെ പെട്ടെന്ന് ആ നമ്പർ അങ്ങനെ വരും. മെന്റലിസമാണോ? മെന്റലുണ്ട് ശകലായിട്ട്. നല്ല ആർജിതമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഊർജത്തോട് ഊർജ്ജസ്വലതയായിട്ടാ വന്നിരിക്കുന്നത്. ആർജു എന്തോ എന്തൊക്കെയുണ്ട്? പിന്നെ നല്ല വിശേഷം. ആദ്യം ഏത് പാട്ടാ പാടിയത്? മെഹറുബ. അത് ഞാൻ കേട്ടില്ലല്ലോടാ. ഒന്നുകൂടെ പാടുവോ ഫുള്ള്? ചുമ്മാ ഞാൻ ഇപ്പോഴാ ഓർത്തത്, എന്റെ കുഞ്ചിയല്ലേ ഇത്? ഏതോ കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ്, 5 ഓമന കുഞ്ചുവാണ്. അണ്ണാൻ കുഞ്ഞൊന്നും ഇടാൻ നോക്കി. അണ്ണാൻ കുഞ്ഞെന്ന് ഞാൻ നോക്കി, അണ്ണാൻ കുഞ്ചെന്ന് നോക്കി, അപ്പൊ വേണ്ടാന്ന് നോക്കി. കുഞ്ചിയമ്മയുടെ ഡ്രസ് എന്താ രസമല്ലേ? കുഞ്ചിക്കുട്ടി എന്തോ രണ്ടാമത്തെ പാട്ടാ പാടാൻ പോണേ അല്ലേ? അതെ. വെരി ഗുഡ്. അപ്പൊ ഏത് പാട്ടാ? രാവിൻ രാഗനിലാവേ. ഏത് രാഗമാണെന്നറിയോ? ഏതാ? ഹംസധ്വനി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.